എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പം എല്ലാവരും റെഡിയായി പോകാൻ നിൽക്കുവാണ്. മാമച്ചായനോടും ഗ്രേസിയമ്മയോടും യാത്ര പറയുമ്പം അവർക്ക് ഭയങ്കര സങ്കടമാട്ടോ. അവർ പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും കൂടി ഒറ്റയടിക്ക് ഇവിടെ നിന്ന് പോകുമ്പോൾ ആകെ വിഷമമാകും എന്ന്. അന്നേരം രോഹിത് പറയും, അതോർത്ത് എന്തിനാ നിങ്ങൾ വിഷമിക്കുന്നത്, ഇടയ്ക്ക് നിങ്ങൾ രണ്ടുപേരുടെ അങ്ങോട്ട് വന്നേ, കൂടെ രേവതിക്കുട്ടിയും കൂട്ടിക്കോ എന്ന് പറയും. അന്നേരം ഞങ്ങൾ ഇതിനു മുമ്പ് അങ്ങോട്ടൊന്ന് വന്നായിരുന്നു എന്ന് പറയുവാണ് ഗ്രേസിയമ്മ. അന്നേരം രോഹിത് പറയുന്നുണ്ട്, അന്നത്തെ സാഹചര്യമൊക്കെ നിങ്ങൾക്ക് അറിയാലോ, അതൊക്കെ മാറിയില്ലേ, ഇതുപോലെ പരിചയമില്ലായിരുന്നു, ഇപ്പം ശരിക്കും ഞങ്ങളുടെ ഒരു ബന്ധുവീട്ടിൽ നിന്ന് പോകുന്നത് പോലെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത് എന്ന് പറയുമ്പം ഗ്രേസിയമ്മ പറയുന്നുണ്ട്, അത് നേരാണ്, നിങ്ങൾ ഇത്രയും മക്കൾ ഞങ്ങൾക്ക് ഉണ്ടായിട്ടാണ് ഇത്രയും കാലവും ആരുമില്ലാതെ വിഷമിച്ച് സങ്കടപ്പെട്ട് ഞങ്ങൾ ഈ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം കൃഷ്ണമോള് പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ എന്നെ ഇവിടെ നിർത്തിക്കോ, ഞാൻ ചെറുതല്ലേ, ഞാൻ നിങ്ങളുടെ കൂടെ കൂടിക്കോളാം എന്ന് പറയുമ്പോൾ നീ ഇവിടെ നിന്നോടി, ഒരു കുഴപ്പമില്ല, രേവതിക്കുട്ടിക്ക് ഒരു കൂട്ടാവുമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ഗ്രേസിയമ്മ ചോദിക്കുന്നുണ്ട്, ഇനി ഞങ്ങൾ വരുമ്പം അവിടെ അലീനെ കാണുമോ എന്ന്. അന്നേരം രോഹിത് വിഷമത്തോടെ പറയുവാണ്, അതിപ്പം ഞങ്ങൾ എന്താ പറയുന്നത്, അലീന ചേച്ചിയോട് പറഞ്ഞാൽ കേൾക്കത്തില്ല, അലീന ചേച്ചി തീരുമാനിക്കുന്ന പോലെ ഇരിക്കും കാര്യങ്ങൾ എന്ന് പറയുമ്പം ബബിത പറയുന്നുണ്ട്, അലീന ചേച്ചി മറുത്തൊന്നും ചിന്തിക്കില്ല എന്ന് ഞങ്ങൾക്കറിയാം, അലീന ചേച്ചി അവിടെ നിൽക്കില്ല, അങ്ങനെയാണ് അലീന ചേച്ചിയുടെ തീരുമാനം എന്നൊക്കെ പറയുമ്പം അലീന പറയുന്നുണ്ട്, വേറെ നിവൃത്തിയില്ലല്ലോ മോളെ എന്ന്. അന്നേരം മാമച്ചായൻ പറയുന്നുണ്ട്, എന്താ നിവൃത്തിയില്ലാതെ, നിങ്ങളുടെ അമ്മയൊന്ന് മാറ്റി ചിന്തിച്ചാൽ പോരെ, ആ വാശിയൊക്കെ ഒന്ന് മാറ്റി വെച്ചാൽ പോരെ എന്നിങ്ങനെ ചോദിക്കുമ്പം ബബിത പറയുന്നുണ്ട്, അമ്മയുടെ വാശി അത് അമ്മ മാറ്റിയല്ല, ഉറപ്പാണ് എന്ന് പറയുന്നു. അന്നേരം ഗ്രേസിയമ്മ പറയുന്നുണ്ട്, അങ്ങനെ വാശി പിടിച്ചാൽ എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്ന്. അന്നേരം കൃഷ്ണമോള് പറയുന്നുണ്ട്, അങ്ങനെ വാശി പിടിക്കട്ടെന്നേ, ഞങ്ങൾ കുറച്ച് പേര് തോറ്റു കൊടുക്കാം, അമ്മ ഏതായാലും തോക്കിയല്ല, ആരെങ്കിലുമൊക്കെ തോറ്റു കൊടുത്താൽ അല്ലെങ്കിൽ തോറ്റു കൊടുത്താലല്ലേ ചിലർക്കൊക്കെ ജയിക്കാൻ പറ്റുള്ളൂ, അങ്ങനെ അങ്ങ് ജയിക്കട്ടെ എന്നിങ്ങനെ പറയുവാണ്. അന്നേരം മാമച്ചായൻ പറയുന്നുണ്ട്, ആ പറഞ്ഞത് നേരാ എന്ന്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പം അവിടെ രേവതിക്കുട്ടിയില്ല കേട്ടോ. അന്നേരം അവൾ എന്ത് ഇങ്ങോട്ട് ഇറങ്ങി വരാത്ത എന്താ എന്നിങ്ങനെ അലീന ചോദിക്കുമ്പം ഗ്രേസിയമ്മ പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരോടും ഒരുമിച്ച് ഇവിടുന്ന് ഇറങ്ങി പോകുന്നത് കാണാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും, അവൾക്ക് വിഷമമാവും, അതുകൊണ്ടായിരിക്കും അവൾ ഇറങ്ങി വരാത്തത് എന്നൊക്കെ പറയും. ഏതായാലും യാത്ര പറഞ്ഞ് ഇറങ്ങാൻ തുടങ്ങുമ്പം രോഹിത് പറയുന്നുണ്ട്, അയ്യോ ഞാൻ കാറിന് കീ എടുത്തില്ല, അത് എടുത്തുകൊണ്ട് വരാമെന്ന്. അങ്ങനെ പറഞ്ഞ് രോഹിത് മുകളിലത്തെ എൻ്റെ റൂമിലുണ്ട് എന്ന് പറഞ്ഞാൽ എടുക്കാനായിട്ട് പോവാണ്. സ്റ്റെയർ കയറി വന്ന് നേരെ റൂമിലേക്ക് പോകാൻ തുടങ്ങുമ്പം അവിടെ ആ സ്റ്റെയറിൻ്റെ അടുത്ത് തന്നെ രേവതിക്കുട്ടി നിൽപ്പുണ്ടായിരുന്നേ. എങ്ങോട്ടാണ് ഈ ഓടുന്നത് എന്ന് ചോദിക്കുമ്പം അതേ കാറിന് കീ എടുത്തില്ല, അത് എടുക്കാൻ പോവാണ് എന്ന് പറയുമ്പം രേവതിക്കുട്ടിയുടെ കയ്യിലുണ്ടായിരുന്നു കീ, ഇതാണോ എടുക്കാൻ പോകുന്ന സാധനം എന്ന് ചോദിക്കും. അങ്ങനെ ആഹാ ഇതും പിടിച്ചുകൊണ്ട് ഇവിടെ നിൽക്കുമായിരുന്നോ, ഞാൻ കയറി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതെ അതിന് വേണ്ടി തന്നെ ഇവിടെ നിൽക്കുമായിരുന്നു എന്ന് പറയും. അങ്ങനെ അതെന്തിനാ എന്ന് ചോദിക്കുമ്പം രേവതിക്കുട്ടി പറയുന്നുണ്ട്, അതെ ഞാൻ ആദ്യം തന്നെ കണ്ടപ്പം വിചാരിച്ചത് ഇത്തിരി മോശടനാണ്, ചീത്ത സ്വഭാവമാണ് എന്നൊക്കെയാണ്, പക്ഷേ ഇപ്പം അങ്ങനെയല്ല കേട്ടോ എന്ന് പറയും. അന്നേരം രോഹിത് ഇങ്ങനെ മുഖത്തോട്ട് നോക്കി കണ്ണിലോട്ട് നോക്കിയിട്ട് ചോദിക്കുന്നുണ്ട്, ആ അഭിപ്രായമൊക്കെ ഇപ്പം മാറിയോ എന്ന്. അന്നേരം രേവതിക്കുട്ടി പറയും, ആ അഭിപ്രായമൊക്കെ എനിക്കിപ്പം മാറി, ഇപ്പം നല്ല സ്മാർട്ടാണ്, നല്ല ആളാണ്, എൻ്റെ അലീന ചേച്ചിക്ക് ചേരുന്ന സഹോദരനാണ്, അനിയനാണ് എന്നൊക്കെ പറയുന്നു. അന്നേരം ഇത്തിരി സന്തോഷമൊക്കെ വരുന്നുണ്ട് രോഹിത്തിൻ്റെ മുഖത്ത്. അന്നേരം താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് എന്നാൽ ഞങ്ങൾ പോവുകയാണ് എന്ന് പറയും. അന്നേരം രേവതിക്കുട്ടി പറയും, ഞാനും കൂടെ വരാമെന്ന്. എന്നാൽ പോരെ എന്ന് പറഞ്ഞ് രണ്ടുപേരോട് അവിടെ നിന്ന് ഇറങ്ങിപ്പോരുന്നു. ഈ സമയം വീടിൻ്റെ ഫ്രണ്ട് വശത്ത് അലീനയും ബബിതയും കൃഷ്ണമോളും ഒക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നേ. രോഹിത് ഓടി ഇറങ്ങി വന്നിട്ട് അതേ കീ കിട്ടി, നമുക്ക് പോകാം എന്ന് പറയുമ്പം ദേ ഇവളെയും അവിടെ നിന്ന് തപ്പിയെടുത്തതാണോ എന്ന് വയ്ക്കും. അന്നേരം എന്നെ ആരും തപ്പിയെടുത്തൊന്നുമല്ല, ദേ ഈ ഇരിക്കുന്ന കീ പോലും ഞാനാണ് എടുത്തു കൊടുത്തത് എന്ന് പറയും. എന്നിട്ട് ഇനി എന്നാ ചേച്ചി ഇങ്ങോട്ട് വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഉടനെ തന്നെ വരാടി എന്ന് പറയുമ്പം ഇത് ഞാൻ കുറേ പ്രാവശ്യം കേട്ടിട്ടുള്ളതാണ് എന്ന് പറയുന്നുണ്ട്. പിന്നെ എല്ലാവരോടും യാത്ര ചോദിക്കും. എന്നിട്ട് അലീന എല്ലാവരോടുമായിട്ടൊന്ന് ചോദിക്കുന്നുണ്ട്, അതെ ആരുടെയെങ്കിലും എന്തെങ്കിലും സാധനം എടുക്കാനുണ്ടോ, ഉണ്ടെങ്കിൽ എടുത്തോണേ എന്ന്. അന്നേരം രേവതിക്കുട്ടി പറയുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ തന്നെ ഇവിടെ വന്ന് നിങ്ങൾ എടുക്കേണ്ടി വരും, ഞങ്ങളായിട്ട് കൊണ്ട് തരത്തൊന്നും ഇല്ല കേട്ടോ എന്ന്. അന്നേരം ഞങ്ങൾക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും എന്ന് ബബിത ചോദിക്കുമ്പം രേവതിക്കുട്ടി പറയുന്നുണ്ട്, അതൊന്നും എനിക്കറിയത്തില്ല, ഇവിടെ വന്നാൽ മാത്രമേ ഞങ്ങൾ തരുവുള്ളൂ എന്ന്. അന്നേരം രോഹിത് അങ്ങനെ ഇവിടെ വരാതെ എടുക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറയുമ്പം നിങ്ങളുടെ അടിപിടി ഇതുവരെ തീർന്നില്ലേ എന്ന് ചോദിക്കും അലീന. ഏതായാലും എല്ലാവരോടും യാത്ര പറഞ്ഞ് അവർ വണ്ടിയിൽ കയറി പോരുവാണ്. അങ്ങനെ വണ്ടി തിരിച്ചെടുത്ത് പോരുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും അവർ പരസ്പരം ടാറ്റയൊക്കെ കൊടുക്കുന്നുണ്ട്. ആകെ വിഷമത്തോടെയാണ് രേവതിക്കുട്ടിയും ഗ്രേസിയമ്മയും മാമച്ചായനും ഒക്കെ നോക്കി നിൽക്കുന്നത്. അങ്ങനെ അവരുടെ ആ കുഞ്ഞു ടൂറും കഴിഞ്ഞ് അവർ തിരിച്ചു പോകുന്നു. പിന്നെ ബാലേന്ദ്രനെ കാണിക്കുന്നുണ്ട്. ബാലേന്ദ്രനും ഗോവർദ്ധനും കൂടി
വഴി അറിയത്തില്ലല്ലോ, അവർ ലൊക്കേഷൻ നോക്കിയിട്ടാണല്ലോ പോകുന്നത്. അങ്ങനെ കുറേ ദൂരം ചെന്ന് കഴിയുമ്പോൾ വഴി തെറ്റിയോ എന്നൊരു സംശയം. അതുകൊണ്ട് തന്നെ വണ്ടി ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് അടുത്തുള്ള ഒരു ചായക്കടയിൽ ചെന്ന് ചോദിക്കുവാണ് ഈ സ്റ്റാൻലി ജോസഫിൻ്റെ വീട് ഏതാണ് എന്ന്. അന്നേരം അങ്ങേരോർത്ത് ഇനി മിലിറ്ററി ബ്രാൻഡിക്ക് വേണ്ടിയാണ് എന്നോർത്ത് പറയുവാണ്, അങ്ങേരുടെ അടുത്ത് പോകണ്ട, നിങ്ങൾക്ക് നല്ല സാധനം ഞാൻ വേറെ സ്ഥലത്തുനിന്ന് മേടിച്ച് തരാമെന്ന്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഞങ്ങൾ അതിന് വേണ്ടിയല്ല, അയാളെ ഒന്ന് പരിചയപ്പെടാനും ചില ആവശ്യങ്ങൾക്കും വേണ്ടിയാണ് വന്നതെന്ന് പറയുമ്പം, എൻ്റെ പൊന്നു സാറേ, അത്ര അത്യാവശ്യമല്ലാത്ത കാര്യമാണെങ്കിൽ അങ്ങോട്ട് പോകാതിരിക്കുന്നതാണ് നല്ലത് എന്ന്. അന്നേരം അതെന്താ അത്രയും ഭീകരനാണോ അയാൾ എന്ന് ചോദിക്കുമ്പം ആ ചായക്കടക്കാരൻ പറയുന്നുണ്ട്, അയാളുടെ അടുത്തേക്ക് പോകാൻ എല്ലാവർക്കും പേടിയാണ്, ഒരു പിരിവുകാർ പോലും അങ്ങോട്ട് പോകാറില്ല, വലിയൊരു വീടും കെട്ടി അതിൻ്റെ അകത്ത് കുറേ പട്ടികളെയും വളർത്തുന്ന ഒരു മനുഷ്യനാണ്. എന്നും രാവിലെ ഒരു പട്ടാളക്കാരെ പോലത്തെ ഒരു ജീപ്പിൽ കുറേ പട്ടിയായിട്ട് ഇതിലൂടെ പോകുന്നത് കാണാം. അയാൾ നേരം വെളുത്തിട്ടുണ്ടെങ്കിൽ അന്നേരം തൊട്ട് വെള്ളവടി തുടങ്ങും. വെള്ളമടിച്ച് വൈകിട്ടാകുമ്പം കിടന്ന് ഉറങ്ങും. ആ ഒരു അവസ്ഥയാണെന്ന് തോന്നുന്നത്. അയാൾക്ക് ഭക്ഷണം പോലും വേണ്ട എന്നൊക്കെ പറയുമ്പം, അയാളും നമ്മളെപ്പോലെ മനുഷ്യനല്ലേ, അങ്ങനെ ഉപദ്രവിക്കത്തൊന്നും ഇല്ലല്ലോ എന്നിങ്ങനെ ബാലേന്ദ്രൻ പറയും. അന്നേരം അങ്ങേര് പറയുന്നുണ്ട്, അങ്ങോട്ട് ഒരാൾ പോലും കയറാറില്ല, അയാൾക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ കയ്യിൽ തോക്കുണ്ട്, അതെടുത്ത് നമ്മുടെ തലയ്ക്ക് നേരെ പിന്നെ ആയിരുന്നതുകൊണ്ട് കുറേ ആൾക്കാരെ കൊന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്, ആ പരിചയം ഉണ്ടല്ലോ എന്നൊക്കെ പറയുമ്പം, അങ്ങനെയൊന്നും ചെയ്യല നീ, അയാൾ മനുഷ്യനല്ലേ, നമുക്ക് നോക്കാം, ഏതായാലും ആ വഴിയൊന്ന് പറഞ്ഞതാ എന്ന് പറയും. അന്നേരം അങ്ങനെ വഴിയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അന്നേരം ബാലേന്ദ്രൻ പറയും, വഴി മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ ചോദിച്ച് മനസ്സിലാക്കിക്കോണം കേട്ടോ എന്ന് ഗോവർദ്ധനോട്. അന്നേരം ഗോവർദ്ധന ഒരു പേടി, നമുക്ക് അങ്ങോട്ട് പോകണോ എന്ന് ചോദിക്കുക. അന്നേരം അതെന്താ ഗോവർദ്ധന അങ്ങനെ ഒരു ചോദ്യം എന്ന് ചോദിക്കുമ്പോൾ, അല്ല പട്ടിയല്ലേ, പട്ടിക്ക് നമ്മളെ ചിലപ്പോൾ മനസ്സിലായില്ലെങ്കിലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം, എനിക്ക് മനസ്സിലായി, താൻ ഏതായാലും വണ്ടിയിൽ നിന്ന് ഇറങ്ങണ്ട, വണ്ടിയിൽ തന്നെ ഇരുന്നാൽ മതി, ഞാൻ പോയി സ്റ്റാൻലിയെ കണ്ടോളാം എന്ന് പറയുന്നു. അന്നേരം അയ്യോ അതുകൊണ്ടല്ല വാലേട്ട എന്ന് പറയുമ്പോൾ, അതേ എനിക്ക് മനസ്സിലായി, താൻ പേടിക്കണ്ടോ എന്ന് പറയും. പിന്നെ അന്നേരം ഇവരിങ്ങനെ ഇത്ര സംസാരിച്ച് നിൽക്കുന്നതേക്കും ചായക്കടക്കാരൻ ചോദിക്കുന്നുണ്ട് ചായ വേണമെന്ന്. ഏതായാലും സ്ട്രോങ് ആയിട്ട് 2 ചായ എടുത്തോളാനും പറയുന്നുണ്ട് ബാലേന്ദ്രൻ. അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് അവരവിടുന്ന് സ്റ്റാൻലിയുടെ അടുത്തോട്ട് തന്നെ പോകും. ഈ സമയം കൊണ്ട് നമ്മുടെ രോഹിത്ത് വണ്ടി ഓടിച്ച് പാലയിലേക്ക് എത്താറായി. ഇനിയൊരു 12 കിലോമീറ്ററും കൂടി ഉള്ളൂ. ആർക്കെങ്കിലും എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കുമ്പം ബബിത പറയാം, എനിക്കൊരാവശ്യമുണ്ട് എന്ന്. എന്താണ് എന്ന് ചോദിക്കുമ്പോൾ, ആ വണ്ടിയെ ആ മൂന്നാറോട്ടൊന്ന് തിരിച്ച് വിട്ടോളാവോ എന്ന് ചോദിക്കും. അന്നേരം അതെന്തിനാന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് വീട്ടിലോട്ട് പോകുന്നത് ഇഷ്ടമല്ല, നമുക്ക് വേറെ എവിടെയെങ്കിലും പോയി ഒന്ന് കറങ്ങിയിട്ട് വരാം, വീട്ടിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ ആകെ ടെൻഷനാണ് എന്ന് പറയും. അന്നേരം കൃഷ്ണമോളി ചോദിക്കും, അതെ ഫൈനൽ എക്സാം എഴുതാൻ ഉദ്ദേശമൊന്നും ഇല്ലേ, 2 മാസത്തോടെ കഴിഞ്ഞാൽ പരീക്ഷ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറയുമ്പോൾ, എന്നെക്കൊണ്ടെങ്കിലും പറ്റത്തില്ല, വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ആകെ ടെൻഷനാണ്, ഇതുപോലെ ഇനി നമ്മളെ ആര് കൊണ്ടുപോകാനാ എന്നൊക്കെ ഇങ്ങനെ പറയും. അന്നേരം അലിനി ചോദിക്കും, നിന്നെയൊക്കെ രോഹിത്ത് കൊണ്ടുപോകില്ലേ, പിന്നെ എന്തിനാ ഈ ടെൻഷൻ അടിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, പിന്നെ അലിനി ചേച്ചി ഇല്ലെങ്കിൽ ഇതൊന്നും നടക്കുകയില്ല എന്ന് പറയുന്നുണ്ട്. അന്നേരം അലീന പറയും, കൃഷ്ണമോളെ അച്ഛൻ എവിടെ വരെ എത്തിയെന്നൊന്ന് വിളിച്ച് ചോദിക്കാൻ. അങ്ങനെ കൃഷ്ണമോള് ബാലേന്ദ്രനെ വിളിക്കുന്നു. എന്നിട്ട് എവിടെ എത്തിയാച്ചാ എന്ന് ചോദിക്കുമ്പോൾ, നിങ്ങൾ എവിടെ എത്തിയെന്ന് ബാലേന്ദ്രൻ ചോദിക്കും. അന്നേരം കൃഷ്ണമോൾ ആദ്യം പറയും വാഗമണ്ണിലാണ് എന്ന്. വാഗമണ്ണിലോ, അതെന്തിനാ അവിടെ പോയതെന്ന് ചോദിക്കുമ്പോൾ, എൻ്റെ അച്ഛൻ ഞങ്ങൾ ചുമ്മാ പറഞ്ഞതാ, ഞങ്ങളിതേ വീട്ടിലോട്ട് എത്താറായി എന്ന് പറയും. അന്നേരം അതെന്താ പിന്നെ ആദ്യം അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ, അല്ല ഈ ബബിത ചേച്ചി പറയുവാണ് വീട്ടിലോട്ട് പോകണ്ട, നമുക്ക് മൂന്നാറും തേക്കടിയും ഒക്കെ കറങ്ങാൻ പോകാമെന്ന് പറയുവാണ് എന്ന് പറയും. അന്നേരം ബാലേന്ദ്രൻ പറയും, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇപ്പോൾ വീട്ടിലോട്ട് ചെല്ലുക, പരീക്ഷയൊക്കെ അല്ലേ, പഠിക്കണ്ടേ എന്നൊക്കെ ചോദിക്കുന്നു. അന്നേരം ഇല്ല അച്ഛാ, ഞങ്ങൾ വീട്ടിലോട്ട് തന്നെ പോയിക്കോളാം എന്നും പറയുന്നു. എന്നാൽ ശരി എന്ന് പറഞ്ഞ് ബാലേന്ദ്രൻ ഫോം വയ്ക്കും. അന്നേരം ബബിതയ്ക്ക് ആകെ പരിഭവമാണേ, നമുക്ക് അവിടെയൊക്കെ ഒന്ന് പോയി കറങ്ങായിരുന്നു എന്നിങ്ങനെ പറയുക. അന്നേരം രോഹിത്ത് ചോദിക്കും, 2 ദിവസമായിട്ട് കറങ്ങുമല്ലായിരുന്നു കൂടി, എന്നിട്ട് നിനക്ക് മതിയായില്ലെന്ന് ചോദിക്കുമ്പം, ആ കറക്കമൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ശരിക്കും മനസ്സിന് ഭയങ്കര സന്തോഷമായിരുന്നു, 2 ദിവസം പോയത് എങ്ങനെയാണെന്ന് പോലും അറിഞ്ഞില്ല, ഇനി ഇങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുമോ എന്നൊക്കെയാട്ടോ ബബിത ചോദിക്കുന്നത്. ഏതായാലും വേറെ നിവൃത്തിയില്ല, വീട്ടിലോട്ട് തന്നെ തിരിച്ചു പോകാൻ തീരുമാനിച്ചു. അങ്ങനെ അവർ വീട്ടിലോട്ട് എത്തുന്നു. അപ്പം ഗേറ്റ് തുറക്കാൻ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരമാണ്. ലാസ്റ്റ് അലീന തുറക്കാം എന്ന് പറയുമ്പം കൃഷ്ണമോളെ ഇറങ്ങി തുറക്കും. അങ്ങനെ വണ്ടി വീട്ടിലോട്ട് കയറ്റി കഴിഞ്ഞ് വണ്ടിയിൽ നിന്ന് ഇറങ്ങിക്കഴിയുമ്പം രോഹിത്ത് പറയുന്നുണ്ട്, ഇത് ജ്വല്ലറിയുടെ ആവശ്യത്തിന് വേണ്ടി ഓടുന്ന വണ്ടിയാണല്ലോ, അതുകൊണ്ട് എല്ലാ സാധനങ്ങളും വണ്ടിയിൽ നിന്ന് എടുത്തോണം, പിന്നെ കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞേക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ സാധനങ്ങളൊക്കെ എടുത്ത് അവർ വീടൊക്കെ തുറന്ന് വീടിൻ്റെ ഉള്ളിലോട്ട് കയറുന്നു. ആകെ വിഷമമാട്ടോ, കുറേ ദിവസം കഴിഞ്ഞ് ഒരു ട്രിപ്പൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എല്ലാവർക്കും തോന്നുന്നൊരു വിഷമം. പിന്നെ വീട്ടിലെ അന്തരീക്ഷം ശരിയല്ലെങ്കിൽ അങ്ങനെ തോന്നുമല്ലോ, വരണ്ടായിരുന്നു, ആ ഒരു അടിച്ചുപൊളി മൂഡിൽ അങ്ങനെ അങ്ങ് പോയാൽ മതിയെന്ന് തോന്നുമല്ലോ, ആ ഒരു വിഷമമുണ്ട് 2 പേർക്കും. അപ്പം 2 പേരും ഇവിടെ വന്ന് ഡൈനിങ് ടേബിളിൻ്റെ അവിടെ വന്ന് ഇരുന്ന് കഴിയുമ്പം അലീന വന്ന് പറയും, അതെ പോയി ഫ്രഷ് ആയിട്ട് വരണം, നിങ്ങൾക്ക് കഴിക്കാനോ കുടിക്കാനോ എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കട്ടെ, എന്നിട്ട്
ബാക്കി പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കണമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. അന്നേരം രോഹിത്തും കയറി വരും. എന്നിട്ട് പറയുന്നുണ്ട്, ചേച്ചി എനിക്ക് ഒരു നല്ല ചായ ഇട്ട് തരാം കേട്ടോ, 2 ദിവസമായിട്ട് അതങ്ങ് മിസ്സാവുകയാണ് എന്ന്. എന്നിട്ട് ഇട്ട് തരാമെന്ന് പറയുന്നു. അങ്ങനെ അലീന അവർക്കുള്ള ചായയും ലൈം ജ്യൂസും ഒക്കെ എടുക്കാനായിട്ട് അടുക്കളയിലേക്ക് പോകുന്നു. ആകെ വിഷമത്തോടെ ഇരിക്കുവാണ് ബബിതയും കൃഷ്ണമോളും ഒക്കെ. അത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ കഥ തീരുന്നത്. പിന്നെ നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ട്. പ്രൊമോയിൽ ഏതായാലും ബാലേന്ദ്രൻ നാളത്തെ എപ്പിസോഡിൽ സ്റ്റാൻലിയുടെ അടുത്തോട്ട് ചെല്ലും കേട്ടോ. സ്റ്റാൻലിയുടെ കുറേ പട്ടികളെ അത്രയ്ക്കങ്ങ് ക്ലിയർ അല്ലാത്ത നമ്മുടെ സ്റ്റാൻലിയുടെ ഒരു ചെറിയ പിക്ചറും കാണിക്കുന്നുണ്ട്. ആ ഒരു നോട്ടത്തിൽ മിക്കവാറും ഷൈജു ആണെന്ന് തോന്നുന്നു സ്റ്റാൻലിയായിട്ട് അഭിനയിക്കുന്നത്. ഏതായാലും ഇതൊക്കെയായിരുന്നു ഇന്നത്തെ കഥ.